മീനുകൂടാ, എന്തോ എങ്ങനെയുണ്ട് ഈ കവിത? ഏതാ? നീലമേഘമേ, നിന്റെ ഉള്ളിലെ നൊമ്പരങ്ങളും പെയ്തൊഴിഞ്ഞുവോ? കണ്ണുനീർക്കണം കന്മതങ്ങളായി കല്ലിനുള്ളിലും ഈറനേകിയോ? തേങ്ങുമ്പോഴും തേടുന്നു നീ വേഴാമ്പലിൻ കീഴും മനം. നല്ലതാ, വളരെ നന്നായിട്ടുണ്ടല്ലേ? വളരെ നന്നായിട്ട്. ഇതൊരു അതുകൊണ്ടൊരു പാട്ടാവാണെങ്കിലും സംശയം ഇത് ആരാ അതെ. എഴുതിയത്? വളരെ നന്നായത് കൊണ്ട് തന്നെ ഇത് എവിടുന്നാണ് ഇപ്പൊ എം ജെ അങ്കിളിന് എന്തായാലും കിട്ടിയത്? ഞാനല്ല എഴുതിയത്. എന്നാ ഞാൻ പറയട്ടെ ഈ പാട്ട് ഏതാന്ന്. പാടി കേൾപ്പിക്കേ, ഏതാ പറ, പാടി കേൾപ്പിക്കേ. ഈ പറ പാട്ടാണ്, ഏതാ പാട്ട്? ഈ പാട്ടിന്റെ പല്ലവിയാണ്. പക്ഷേ ഞാൻ പറയില്ല. അറിയില്ല അല്ലേ? ഓക്കെ, ഞാനൊരു ക്ലൂ തരാം. ആ clue ഇത് താ. ഭാർഗവി നിലയം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. അതല്ല, പാട്ടിന്റെ ഇച്ചിരി ക്ലൂ താ. ഭാർഗവി നിലയത്തിലെ പാട്ടാണ്. അത് ഓക്കെ. ഓക്കെ, ആ. അതാണ് ഒരു ക്ലൂ. കണ്ടുപിടിക്കാൻ പറ്റിയോ? ട്യൂൺ പാട്. അത് പിന്നെ നീല വെളിച്ചം എന്ന് പറഞ്ഞ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ട്യൂൺ പാട്. അതിന്റെ അനുപലവി, ഇതിനു മുമ്പുള്ള അനുപലവിയില്, ട്യൂൺ പാടി ഞാൻ പറഞ്ഞിരിക്കും. അല്ല ട്യൂണല്ല, ഇതിനു മുമ്പുള്ള അനുപലവിയിൽ പറയുന്നുണ്ട്, തളിർമരം ഇളകി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ, പൂഞ്ചോല കടവിലെന്റെ പാദസരം കുലുങ്ങിയല്ലോ എന്നുണ്ട്. ചുമ്മാ തോണ്ടുന്നാണേ. അല്ലല്ല, പറഞ്ഞേ, ഒന്ന് ട്യൂൺ പാടിയാ ഞാൻ പറയും. ഇതുവരെ മനസ്സിലായില്ലേ? ഒന്ന് ട്യൂൺ പാട്. എന്നാ സാം കുട്ടനെ വിളിക്ക്. ഓ എന്നിട്ട് അവൻ ട്യൂൺ പാടും. ആ, ട്യൂൺ പാടി ഓക്കെ, തരാം. എന്നിട്ട് നമുക്ക് ചോദിക്കാം. ലെറ്റ്സ് വെൽക്കം സാം കുട്ടൻ ഓൺ സ്റ്റേജ്. വേഗം വന്നിട്ട് ഓടി വന്നേ സാംകുട്ടാ, ഓടി വന്നേ, ഓടി ഹായ് വന്നേ. സാം. ഹായ്. എടാ, നീ പാടുന്ന പാട്ടിന്റെ ട്യൂൺ ഒന്ന് പാടിക്കടാ സമയ. ഹായ് ഒക്കെ പറയാ. അതിന് മുന്നേ ട്യൂൺ മീനൂട്ടിക്ക് മാത്രം, കേക്കണം. വരി പാടരുതേ. നാ, 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 നീർപ്പളുങ്കുകൾ. നാ, നാ. ആണോ? ആണോ? നീർപ്പളുങ്കുകൾ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണ്ടുപിടിക്കുന്നത്. ആ, കണ്ട. പക്ഷെ എം ജെ സാർ പറഞ്ഞ വരി വേറെ പാട്ടിന്റെ ആയിരുന്നു. ആണോ? You cheat. വേറെ പാട്ടിന്റെ ആയിരുന്നു, ഈ പാട്ടിന്റെ അല്ല ആദ്യം പറഞ്ഞത്. പറഞ്ഞത് അതിന്റെ ആയിരുന്നു. ഇതിന്റെ ആ. ഓക്കേ. അത് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് പറഞ്ഞതോ? അത് താമസമെന്തേ വരുവാനല്ലേ അല്ലേ? ആർക്കറിയാം, കൈ കിട്ടിയ പേപ്പർ എടുത്ത് വായിച്ചു. ഏതിനാന്ന് അറിഞ്ഞൂടാ. ഏതോ ഒന്ന് അതാണ് ചീറ്റ് കോഡ് എന്ന് പറയുന്നത്. ആ, ഓക്കെ. ഇങ്ങനെയാണ് ചീറ്റ് അത് താമസമെന്തേ വരുവാനായിരുന്നില്ലേ ഉടനേട്ടാ? ആ, താമസം മതി. Yes. ഇത് ഭാർഗവി നിലയത്തിലെ പാട്ടല്ല. ഓക്കെ. അതുപോലെ അറിഞ്ഞൂടാ. അതാ ഞാൻ പിന്നെയും പറഞ്ഞു നീല വെളിച്ചത്തിലെ പാടാ, അതും അറിഞ്ഞൂടാ. അത് ശരിക്കും അറിഞ്ഞൂടായിരുന്നു. ആണ്. ഓക്കെ, ഒന്ന് സാംകുടാ. സഹായിക്ക്. അപ്പൊ കലക്കം പാട്ടാണ്, എം ജി അണ്ണന്റെ പാട്ടാണ് അല്ലേ? അതെ അതെ. ആ, ഇത് ബിജു സാറാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഉം. ഞാൻ നേരത്തെ പറഞ്ഞ വരി കേട്ടോ മീനുകുട്ട, ഓ, ബിജു സാർ. Yes. ഓക്കെ, അപ്പൊ 1991 1991. മ്യൂസിക് ഡയറക്ടർ എസ് ബാലകൃഷ്ണൻ സർ. യെസ്. all the All the best. best. Thank you. സാഗരം
വെരി ഗുഡ് മോനെ, വെരി ഗുഡ്, വെരി ഗുഡ്. ബ്യൂട്ടിഫുൾ, Nice. നന്നായി പാടി. താങ്ക് യു. സാം കുട്ടാ, എന്തോ മനസ്സ് അങ്ങനെ ശാന്തമായി. താങ്ക് യു. ഈ പാട്ടിങ്ങനെ ശാന്തമായിട്ട് നമ്മളെ തലോടിക്കൊണ്ടേയിരിക്കുകയാണ്. താങ്ക് യു. അതിനിന്ന് കാരണം എന്താ? ഞാനാണ് ഞാൻ പാട്ട്. പാട്ട് പാട്ട് ആ. നന്നായി പാടി. ഇത് പാട്ട് എന്താണ് ക്രിയേറ്റ് ചെയ്തവര്, ഉണ്ടാക്കിയവര്. ഉണ്ടാക്കിയവര്. അതുകൊണ്ട് ഉം. പിന്നെ ആ. ഈ പാട്ട് ലോകം മൊത്തം അറിയാൻ എനിക്ക് അവസരം തന്ന ടോപ്പ് സിംഗർ. എന്തൊക്കെയാ പറയണേ? എന്തിനെ പറ്റി പറയുന്നത്? താങ്ക്സ് ഗിവ് ചെയ്യാം. എങ്കിലും നന്നായിട്ട് എന്തോ പറയാൻ പോയത് മറന്നു. ഉറക്കപ്പിച്ചാണോ? ഈ സാം കുട്ടൻ അസലായിട്ട് പാടിയോണ്ടല്ലേ അത് ലിങ്ക് ചെയ്യണം. അതിനെ പറ്റിയല്ലേ പറഞ്ഞേ. ആ അങ്ങനെ ഓക്കെ. അത് ലോകം മൊത്തം ഈ പാട്ട് എല്ലാവരും കേൾപ്പിക്കുന്ന ടോപ്പ് സിംഗറിന് എന്റെ നന്ദി. ഈ പാട്ട് ക്രിയേറ്റ് ചെയ്ത അതുണ്ടാക്കിയവര്, ഉണ്ടാക്കിയവര് അത് ക്രിയേറ്റ് ചെയ്തവര്. ഈ പാട്ട് പിന്നെ ഈ പാട്ട് ലോകം മൊത്തം അറിയാൻ എനിക്ക് അവസരം തന്ന ടോപ്പ് സിംഗർ. താങ്ക് യു. ഇവൻ എപ്പോഴും പാടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഒരു എയർപ്ലെയിൻ മോഡിലായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഡിസ്ട്രാക്ഷൻസ് ഇല്ല. ആ കണക്ഷൻ പല രീതിയിലുള്ള കണക്ഷൻ വരുമ്പോഴാണല്ലോ ഇങ്ങനെ മെസ്സേജും എല്ലാം വന്നുകൊണ്ട് എയർപ്ലെയിൻ മോഡിലാകുമ്പോഴത്തേക്കും ഞാനും പലപ്പോഴും എന്തെങ്കിലും സീരിയസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കമ്പോസ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും എയർപ്ലെയിൻ മോഡിലാകും. അപ്പോൾ ഡിസ്ട്രാക്ഷൻ ഇല്ലെന്നർത്ഥം. അപ്പോൾ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ നിനക്ക് ഫോക്കസ്ഡ് ആവാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജിയസ് ഒരു പൊസിഷനാണ് ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം. താങ്ക് യു. ദറ്റ് ഇസ് വെരി ഗുഡ് താങ്ക് കേട്ടോ. യു. പിന്നെ ഈ പിച്ച് സെൻസും നിനക്ക് നന്നായിട്ട് ഉള്ളതാണ്. താങ്ക് യു. പിച്ച് എന്ന് പറഞ്ഞാൽ 2 പിച്ച് ഉണ്ട്. അത് ഒന്നെന്ന് പറഞ്ഞാൽ ഈ സയൻസ് ആണ്, പിച്ച് എന്ന് പറയുന്ന സയൻസ് ആണ്. ആ. പക്ഷെ ഇമോഷൻ കൊണ്ടുവരുമ്പോഴാണ് അത് ഹൃദയത്തിന്റെ, നമ്മുടെ ഈ പാട്ടുകാരന്റെ ഹൃദയത്തിന്റെ ഒരു പിച്ചുണ്ട്. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് പിച്ച് കറക്റ്റ് എന്ന് നമുക്ക് തോന്നുന്നത്. അതുപോലെ ലിറിക് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ വേർഡും അത് എന്തിനാണെന്ന് അത് എഴുതിയ ആള് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ പാട്ടുകാരൻ ആ വേർഡിന് ആ ഇമോഷനിലൂടെ പുതിയ ഭാവങ്ങൾ അയാൾ ഡിസ്കവർ ചെയ്യാം. ആ ഡിസ്കവറിയും കൂടെ വരുമ്പോഴാണ് ആ വാക്കുകൾ പാട്ടിലൂടെ എല്ലാവരുടെ ഹൃദയങ്ങളിലേക്കും എത്തുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ തുണ്ട് പല്ലവി ഫുൾ പാടിയിട്ട് ഒന്ന് സെറ്റായതിനു ശേഷം തുണ്ട് പല്ലവി പാടിയപ്പോഴത്തേക്കും അതിലെ എക്സ്പ്രഷൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സുന്ദരമായിട്ട് അവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിമിഷസാഗരം ശാന്തമാകുമോ, അകലെ അകലെ വിടയോ, നോവിന്നലനുറിഞ്ഞുവോ, നീർപ്പളുങ്കുകൾ ചിതറി വീഴുമീ. പിന്നെ പെയ്തൊഴിഞ്ഞുവോ എന്ന് പാടിയില്ലേ, അതും അതിസുന്ദരമായിരുന്നു. പിന്നെ പിന്നിലാവുമായി മാഞ്ഞ പഞ്ചമി പാടിയില്ലേ, ആ 2 ലൈൻ ഉണ്ടല്ലോ, ഇവിടെ തൊട്ട് കയറി അവിടെ ഇരുന്ന് പിന്നെ ഇറങ്ങാൻ പറ്റുന്നില്ല. ആ പിന്നെ എനിക്ക് ചില സജഷൻസ് ഇപ്പൊ തുടക്കത്തിൽ ഉള്ള സംഗതികളൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഇംപ്രസ് ചെയ്താൽ നല്ലായിരുന്നു. അതുപോലെ നീർന്ന് തുടങ്ങുമ്പോ കറക്റ്റ് ഗ ആ നോട്ടിൽ തന്നെ തുടങ്ങിയ നന്നായിരിക്കും. നീർപ്പളുങ്കുകൾ ചിതറി വീഴുമീ, ആ വീഴുമീ കുറച്ചും കൂടെ ഇംപ്രസ് ചെയ്യാം. ആ സംഗതി ചിതറി വീഴുമീ, നിമിഷസാഗരം. അത് എന്താന്ന് മനസ്സിലായില്ല. സാഗരം അത് ഒരുപാട് സംഗതിയാക്കണ്ട, പക്ഷെ ഇതിന്റെ ഇടയിൽ വേണം. അത് ഇത്തിരി കൂടുതലാണ് സംഗതി. സാഗരം. അതായത് സാഗരം എന്ന് പാടരുത്, നിമിഷസാഗരം. നിമിഷസാഗരം ശാന്തമാകുമോ. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഫ്ലോയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ടോട്ടലായിട്ട് എടുക്കുമ്പോഴത്തേക്കും ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നു. ആ ബ്യൂട്ടിയിൽ ഞാൻ വളരെയധികം ഇമേഴ്സ്ഡ് ആണ്. സാം കുട്ടന് മുന്നോട്ട് പോകാനായിട്ട് ഈ റെൻഡിഷൻ, ഈ ഒരു പെർഫോമൻസും കൂടെ ഏറ്റവും നല്ല മുന്നോട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ദാറ്റ് ഇസ് ഓൾ യുവർ ഓണർ. നന്ദി, നമസ്കാരം. സാം കുട്ടാ, എന്തോ വളരെ നന്നായിരുന്നു മോനെ, വളരെ നന്നായിരുന്നു. സൂപ്പറായിട്ട് പാടി കേട്ടോ. ഈ പറഞ്ഞ എംജങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നും ഇല്ല. ഒരു ചെറിയൊരു ക്രാക്ക് ഉണ്ടായി വോയിസില്, എവിടെ ഈറനേകിയോ എന്നുള്ളടത്ത് അല്ലേ. ബാക്കിയെല്ലാം വളരെ മനോഹരമായിട്ട് പാടി.
ആ തുടക്കത്തിലെ നീർപ്പളുങ്കുകളും അത് കറക്റ്റ് സ്റ്റഡി ആയിട്ട് നീർ നീർ അത് കറക്റ്റ് ശ്രുതിയിലായിരിക്കണം തുടങ്ങുമ്പോൾ കേട്ടാ. അതാണ് ബാക്കിയെല്ലാം നല്ല നല്ല ഫീൽ ഉണ്ടായിരുന്നു. നല്ല പാടിയപ്പോൾ നല്ല അതിലുണ്ടായിരുന്ന ഇമോഷൻസ് ഒക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചും കൂടി വേണമെങ്കിൽ ആവാം എന്നും കൂടി എനിക്ക് തോന്നുന്നു. That's all. Your Honor. സാം കുട്ട, എന്തോ ഈ ഒരു സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു സാം കുട്ടൻ ഏത് പാട്ട് പാടാൻ തന്നാലും സാം കുട്ടൻ നല്ല അടിപൊളിയായിട്ട് പാടും തോന്നുന്നു കേട്ടോ. എനിക്ക് അതുപോലെ ഒരു പ്രോഗ്രസ്, അതുപോലെ ഒരു ഇമ്പ്രൂവ്മെന്റ് സാം കുട്ടനിൽ കാണാൻ പറ്റുന്നുണ്ട്. താങ്ക് യു. ഇന്നത്തെ പാട്ടിന്റെ സ്പെഷ്യാലിറ്റി അതുപോലത്തെ ഒരു ഇമ്പ്രൂവ്മെന്റിന്റെ കൂടെ കുറച്ചും കൂടെ നല്ല ഫീലും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. എനിക്ക് ആകെ ഒരു സംശയം, കുറച്ച് സ്ട്രെയിൻ ആയിരുന്നോ മേളില് പാടുന്ന? ശബ്ദം ചേഞ്ച് ചെയ്യുന്നതിന്റെ തോന്നിയില്ല. ഇല്ല, മിടുക്കൻ, നന്നായി പാടി. എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ. MJ സാറും മധുചേട്ടനും പറഞ്ഞതേ ഉള്ളൂ. എനിക്കും പറഞ്ഞ പോലെ ചരണത്തിലത്തെ ആദ്യത്തെ ഭാഗം സൂപ്പറായിട്ട് പാടി. നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടി, ഫ്ലോ ഉണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടി കേട്ടോ. മിടുക്കനായിട്ട് പാടി കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാംസോണി, എന്തോ ഇന്നത്തെ മാർക്ക് അറിയണ്ടേ? അറിയണം. ഇറ്റ് ഈസ് 98 ഔട്ട് ഓഫ് 100. താങ്ക് യു. സാംകുട്ട, ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം വരുമ്പം 100 ഉറപ്പിച്ച് വരണം കേട്ടോ. ബൈ ബൈ. ടാറ്റാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മധുകൾ, ഓയ്, ഇനി ഇവിടെ ഡിസ്കോ കളിക്കാനായിട്ട് ഒരാള് വരാൻ പോവാ. പെർഫോമൻസ് റൗണ്ട്. സടകുടഞ്ഞ് എഴുന്നേറ്റു. എഴുന്നേക്കാൻ പറ്റിയ ആളെ വരുന്നേ. റൈക്ക കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ റൈക്ക ബേബി ഓൺ സ്റ്റേജ്. വെറുതെ അല്ലാട്ടോ നേരത്തെ പറഞ്ഞത്. ഒരു ഡിസ്കോ വൈബ് ഇല്ലേ? ഡിസ്കോ വൈബ്. കണ്ണൊക്കെ മഞ്ഞളിക്കണു. ഇതുണ്ടോ? ഉണ്ടോ? ഇല്ലേ, അത് MJ അങ്കിൾ ഇടും അവിടുന്ന്. അതില്ല. ഇല്ല, അപ്പുറം എന്നാ ഡിസ്കോ? ഇത് ഡിസ്കോ പാട്ടല്ല, ഡ്രസ് മാത്രം ഡിസ്കോ. ഡ്രസ് மட்டும் அப்படி இருக்கு. ആണോ? ഓക്കെ. ഏത് പാട്ട്? கண்ணாரே கண்ணாரே. ஓ, இந்த படத்துல அந்த மீனா ஆக்ட்ரஸ், மீனா போட்ட அந்த ட்ரெஸ், அந்த மாதிரி ட்ரெஸ் போட்டுருக்கீங்க. அப்பதான் புரிஞ்சுது. டீடைல்ஸ் சொல்லுங்க. മൂവി രാക്ഷസ രാജാവ്, ഇയർ 2001, കമ്പോസർ മോഹൻ സിതാര സാർ, ലിറിക്സ് S രമേശൻ നായർ സാർ, പാടിയത് MG ശ്രീകുമാർ സാറും ചിത്രാമാവും. சென்னையில என்ன சமாச்சாரம்? புது சமாச்சாரம் ஏதாவது இருக்கா? ஏதாவது வெயில் வெயில் தான். அந்த அக்னி நட்சத்திரம் முடிஞ்சாச்சே. அப்படியா? ஆமா, நான் 2 days முன்னாடி தான் வந்தேன் சென்னையில இருந்து. ஆமா, அப்ப அதுக்கு முந்தா நாள் தான் இந்த அக்னி நட்சத்திரம் முடிஞ்சு അതൊരു போச்சு. പടമല്ലേ? அல்ல, அக்னி நட்சத்திரம்னா ஒரு வாரத்துக்கு ஏதோ ஒரு கொஞ்ச நாளைக்கு சன் வந்து ரொம்ப பவர்ஃபுல்லா, ரொம்ப வெயில் அடிக்கும், 42 degrees. ரொம்ப சூடா இருக்கும். அப்படியா? அதுக்கு அக்னி நட்சத்திரம் தான் சொல்லுவாங்க சென்னையில. அது மட்டும் இல்ல, அது ஒரு அவன் உள்ள இருக்கும்போது அது அது மாதிரி பண்றது. அந்த மாதிரி ஃபீல் കൊടും വെയിൽ ஹியூமிடிட்டி தாங்க முடியல. ரொம்ப இருக்கும், ரொம்ப ட்ரையா இருக்கும். நம்ம ட்ரையா இருக்கும். கத்திரி வெயில்னு சொல்லும். கத்திரி வெயில். ஆமா. அப்புறம் வேற என்ன சமாச்சாரம்? வேற ஒண்ணும் இல்ல. ஏதாவது புது புது சாப்பாடு சாப்பிட்டீங்களா? நான் புதுசா ஒன்னும் ட்ரை பண்ணல. நீங்க சாப்பிட்டீங்களா? அந்த களின்னு சொல்லுவாங்களா, அது சாப்பிட்டிருக்கீங்களா? അത് പിന്നീട് എപ്പോഴും ஆமா. இப்போ வந்து அர்ஜுன் சர்ஜா இல்ல, அர்ஜுன் சார் அவரும் இந்த அவரோட எப்பவும் ரொட்டீன்ல அந்த சாப்பாடு உண்டா, ஜீரை எல்லாம் போட்டு களி நல்லா பார்க்கும்போதே எனக்கு ரொம்ப ரொம்ப என்ன சொல்றது, சாப்பிடணும்னு ஒரு ஆசை வந்தது. வந்து ஆந்திரா குசின் வந்து அதுல பெசரட்டுன்னு ஒண்ணு இருக்கு. பெசரட்டு, ஆமா. அது சாப்பிட்டு இருக்கா? அது தோசை மாதிரி இருக்கும். அப்ப என்ன இந்த மாதிரி பெசரட்டு கொடுக்கணுமே? சாப்பிட்டுருக்கேன். இல்ல, அப்பா எப்பவும் சொல்லுவா களி ஹெல்த்தி ஆக்குன்னு. எனக்கு தான் பிடிக்காதது. களியா? அல்ல, பெசரட்டு. பெசரட்டுன்னா தோசை மாதிரி தான் இருக்கும். அதுல வந்து MLA பெசரட்டுன்னு இன்னொன்னு இருக்கு. MLA பெசரட்டு அப்படின்னா அந்த பெசரட்டுக்குள்ள உப்புமா வச்சானக்கா MLA பெசரட்டு ஆச்சு. പെസറട്ട് മീൻസ് പരിപ്പാണ്. ദോശ മാതിരി. അടദോശ പോലെ വേറെ. അതെ, കറക്റ്റ്, അടദോശ മാതിരി. ഭയങ്കര സ്വാദാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ரொம்ப പിടിക്കും. അപ്പൊ ഒരു MLA സാങ് പോരട്ടോ? MLA പെസരട്ട് മാതിരി ഒരു സാങ് പോരട്ടോ? താങ്ക് യു. Sapia, sappa sapia, sappa sapia, hey hey hey, sappa sapia, sapia, sappa sapia, sappa sapia, hey hey hey, sappa sapia. കണ്ണാരേ കണ്ണാരേ കടമ്പു മരം പൂത്തില്ലേ,
நைஸ் நைஸ் கோரஸே வெரி குட் അടിപൊളി. ராய்க்ககுட்டி ஓ. நல்லா இருந்தது. தேங்க்யூ. கொஞ்சம் ஜலதோஷ் இருக்கா? ஆமாம். ஆ. ആ. ஜல்தோஷ் எனக்கும் இருந்தது. ജലദോഷ്. ஜலதோஷ் கொஞ்சம் வந்து இந்த மிட் வாய்ஸ்ல மிட்ல கொஞ்சம் ஏறி போயிருக்கு. ஆ. அப்போ வந்து இந்த மாதிரி ஒரு டைம்ல ஜலதோஷ் வரும்போது ம். என்னன்னா மைக் கொஞ்சம் டவுன் பண்ணா நல்லா இருக்கும். ஓகே. வாய்ஸ் வந்து கொஞ்சம் கூடுதல் மூக்கிஷா தெரியாது. ஓகே. பல்லவி மட்டும் அந்த ஃபர்ஸ்ட் 2 லைன்ஸ் வந்து கொஞ்சம் மைக் டவுன் பண்ணி பாடுங்க. கண்ணாரே கண்ணாரே ஆ. கடம்பு மரம் Better. ആഹാ. சூப்பர். தேங்க்யூ. இந்த Yeah. பவர் இருக்கட்டும். ஆமா, இந்த பவர் தான் வேணும். ஆமா. இப்பதான் ராய்கா குட்டியோட வாய்ஸ் வந்தது. ആ. യെസ്. നേരത്തെ ജലദോഷ് കുമാർ അങ്ങേ ഇരുന്നത്. അപ്പൊ അതാണ് ഒരു ഇമ്പോർട്ടന്റ് കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ആ. ശബ്ദം പക്ഷെ പുഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഉം. നമുക്കിന്ന് പാടാനായിട്ട് അത്രയും സ്വാതന്ത്ര്യം ഇല്ല വോയിസിന്. ഉം. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഉം. അത് സാരമില്ല. പിന്നെ പെണ്ണാളെ അതുകൊണ്ട് തന്നെ ശ്രുതി ഫസ്റ്റ് ടൈം സ അവിടെ എത്തിയില്ലെന്ന് തോന്നുന്നു. ഉം. അത് യെസ്. കുമാറിന്റെ കുഴപ്പമാണ്, ഓക്കെ. കുട്ടിയുടെ കുഴപ്പമില്ല. ആ. കുമാർ പിന്നെ, കുറെ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് ഇതില്. കുമാർ ഇന്ന് പ്രശ്നമാണ്. പിന്നെ കണ്ടാൽ ഞങ്ങൾക്ക് ഇല്ലേ ആവേശമില്ലേ, അത് ഏത് നോട്ടാണ് പാടാം? നിന്റെ ഇഷ്ടം പാൽക്കുടത്തിൽ കൊണ്ടുപോകും രാധേക്കാൾ കണ്ടാൽ ഞങ്ങൾക്കില്ലേ ആവേശം. അല്ലേ ആ നോട്ടല്ലേ? ആ. அது வந்து ஃபர்ஸ்ட் டைம் நீ நீ தாதா அந்த மாதிரி கேட்டது. ஏதோ Okay. ஒரு இன் பிட்வீன் நோட். കുമാർ പ്രോബ്ലം அது സാർ. குமார ப்ராப்ளம் இல்ல, அது வந்து அது கரெக்டா அதுக்கு കുമാർ പ്രോബ്ലം സാർ. அது குமார் ப்ராப்ளமா? അതും കുമാർ പ്രോബ്ലമാ. ഇന്ന് എന്ത് സംഭവിച്ചാലും അത് കുമാർ കുമാരുടെ പ്രോബ്ലം. തലയിൽ അത്. என்ன ஜல்தோஷ் குமார் இந்த மாதிரி. ஓகே, நெக்ஸ்ட் வந்து அந்த மூலோகம் அது பாடுங்க. ഭൂലോകം മുത്തായിൽ വേഗം വെച്ചില്ലേ, നീ മുച്ചൂടും പാമ്പിന്മേൽ നൃത്തം ചെയ്തില്ലേ, ഓരോ വട്ടം കാണുമ്പോൾ നീ ഓരോ കള്ളം ചെയ്യുന്നു, നിൻ പാപം ഞങ്ങൾ മുട്ടുമ്പോൾ ആ പാപം താനേ തീരുന്നു. நீலக்கண்ணா ரொம்ப சூப்பரா இருந்தது. നീലക്കണ്ണാ കണ്ണാരേ കണ്ണാരേ കടമ്പു മരം പൂത്തില്ലേ, പെണ്ണാളേ പെണ്ണാളേ കുഴൽ വിളിയും കേട്ടില്ലേ. യെസ്. ആമാ. മായക്കണ്ണ സൂപ്പറാച്ചാ. ആ. അത് അത്രയും നന്നായിട്ടില്ല. അതിന്റെ കാരണം കുമാറാണ്. ഓ. ചീത്തകുമാർ. Get out, കുമാർ. Yes. What is this? അപ്പൊ ജലദോഷ് കുമാർ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചോണ്ടേ ഇനി, ആ. അല്ലേ ക്യാപ്റ്റൻ? യെസ്, ഓഫ് കോഴ്സ്. കുമാറിന് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ റൈക്ക ബേബി. ബാഡ് കുമാർ, ഉം. ബാഡ് ബോയ് കുമാർ. ஆக்சுவலி எனக்கு குமார் வரப்பெல்லாம் நான் பாடுறது மெலடி சாங்ஸ் ஆகும். ആ. அதனால ஓர்மை இருக்க என்கனி மலரேன் பாடினப்போ குமார் என்ன ஹெல்ப் பண்ணா. இப்போ எனக்கு வந்து ஹெல்ப் பண்றது ഓ இல்ல. ഇതൊക്കെ അപ്പൊ ചില ரொம்ப സമയം കുമാർ ഓക്കെ மெலடி ആണ്. பாடும்போது ஆ. குமார் ஹெல்ப் பண்ணும். யா. இந்த ஃபாஸ்ட் நம்பர்ஸ் பாடும்போது ஹெல்ப் பண்ண மாட்டாங்க. ம், ஓ. அதான் அது இந்த ஃபாஸ்ட் நம்பர்ஸ்க்கு கொஞ்சம் கூட செஸ்ட் வாய்ஸ் வேணும். ம், அந்த Power அந்த வேணும், பவர் power. வேணும், ம், அந்த எனர்ஜி இருக்கணும். ஆ. அப்போ குமார் இருக்கும்போது அந்த எனர்ஜி வராது. ம். അതാണ്. താരരാര 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 ആ. വന്ന രസം ഉണ്ടാവും തോന്നി. ആ. മൊത്തത്തിൽ എനിക്ക് അതാണ് കേട്ടോ തോന്നിയത്. പിന്നെ ആ ഫസ്റ്റ് പല്ലവിയില് തെരു തരരരരാ അത് വെള്ളി വീണു. അത് കൂടാൻ എത്താതെ. എത്തിയില്ല അത്. ഉം. ആ. അവിടെ കുറച്ചും കൂടെ യെസ്, ഉം. അതെ. അത് അവിടെ എത്തിയില്ല. പിന്നെ മൊത്തത്തില് എനിക്ക് തോന്നുന്നു ബ്രെത്ത് നന്നായി മാനേജ് ചെയ്തു കേട്ടോ. ഈ Thank you. ജലദോഷമൊക്കെ വെച്ച് ഡ്യുവറ്റ് സോങ് പാടി റൈക്ക ബേബി ബ്രെത്ത് മാനേജ്മെന്റ് നന്നായി പഠിച്ചു. താങ്ക് യു. മിടുക്കിയായിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ. അതൊക്കെ അടിപൊളിയാണ്. എനിക്കും ഇഷ്ടപ്പെട്ടത് ആ നീലക്കണ്ണാ, ഉം. നല്ല രസമായിരുന്നു. ആ ഹൊയ് ഒരു ഫെദർ വീഴുന്ന പോലെ ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. ഉം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി നമുക്ക് മിസ്റ്റർ കുമാർ കൂടെയുള്ള ഒരാളോട് ചോദിക്കാം. Yes, என் கூட இருக்கா அந்த ஆளு. என் கூட இருக்காங்க. இப்பதான் மாறிட்டு இருந்தாலும் அந்த ஃபுல்லா போல இப்ப கூட கொஞ்சம் வாலு பாக்கி வச்சிருக்கா வாலு. ஆமா. ரொம்ப நல்லா பாடினேள். താങ്ക് യു. பல இடமும் ரொம்ப நல்லா இருந்தது. ம். அந்த காதுல வெயிட் ஜாஸ்தியா? இந்த கம்மலோட வெயிட் வர்றதுனால சங்கதி பாடுறதுக்கு பிரச்சனை இல்லையே. ஏ. சரி, அது நல்லா இருக்கு. அந்த காதில் போட்டிருக்க താങ്ക് യു. பல்லவியில வந்து பெண்ணாளே பெண்ணாளே அது கொஞ்சம் ஸ்ருதி கொஞ்சம் ഓക്കെ. பிரச்சனை அப்படி தோணிடுது. அப்புறம் கண்டால் ஞங்களுக்கில்லே ஆவேசம் அது கொஞ்சம் ஸ்ருதி. கண்டால் ஞங்களுக்கில்லே ஆவேசம் அது கொஞ்சம் ஆவேசம் கம்மியா இருந்த பொருள் இருக்கு. ഓക്കെ. பேலன்ஸ் எல்லாம் நல்லா இருந்தது. அப்புறம் நீலக்கண்ணா சூப்பரா இருந்தது. താങ്ക് യു.
சரணம் அந்த இந்த ஜலதோஷ் குமார் கொஞ்சம் பிரச்சனை பண்ணிச்சு அந்த மாய கண்ணாவில் நிறைய இடத்துல அந்த ஆளு கொஞ்சம் ப்ராப்ளம் பண்ணியிருக்காரு. இருந்தாலும் நீங்க நல்லா மேனேஜ் பண்ணிட்டாங்க. தேங்க்யூ அதுல நான் ஸ்பெஷலா உங்களை அப்ரிஷியேட் பண்றேன். தேங்க்யூ. அதுவும் டியூட் சாங் ரொம்ப பிரெத் ஜாஸ்தி வேணும். மூச்செடுக்கிறதுக்கு இடமே இல்ல. ஆமா. அதெல்லாம் நீங்க நல்லா மேனேஜ். அது எப்படி கத்துனீங்க நீங்க? எப்படி கத்துண்ட? അത് ഞാൻ പാട്ട് എഴുതിനകത്തൊക്കെ അപ്പുറം ലൈക്ക് നേരത്തേക്കാക്കും എനിക്ക് കോൾഡ് വന്നത്. ம். ஒரு நேத்துக்கா வந்தது? നേരത്തേക്ക് தான் എനിക്ക് വന്നത്. അപ്പൊ ഞാൻ പാട്ടിൽ ഉட்கார்ந்து എഴുതി ബി 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 ஓ அது பிராக்டிஸ் பண்ணீங்களா? சரி. வெரி நைஸ். കണ്ണാരെ കണ്ണാരെ കടമ്പമരം പൂത്തിലെ കഴിഞ്ഞൊരു ഇത് പറഞ്ഞില്ല ഫസ്റ്റ്. கேப் வருது. അപ്പൊ ஆமா. അതില് ബി 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 மது அது வந்து நான் சொல்லுங்க வந்து- அண்ணா. நான் வந்து அட்டகாசமா இது சொல்லியிருக்கு ஆமா. சொல்லிக்கொண்டே இருக்கிறது. அவன் எப்போ சொல்லிட்டு இப்ப இருக்கீங்க? முதல் தடவை தான் இந்த மாதிரி ரைக்கா ஒரு வந்து குழந்தை வந்து ஒரு இப்படி குழந்தை வந்து கரெக்டா அது பிராக்டிஸ் பண்ணி வந்திருக்காரு. அதுக்கு ஸ்பெஷல் அப்ரிஷியேஷன். താങ്ക്യൂ இன்னொரு அப்ரிஷியேஷன். சூப்பர். താങ്ക്യൂ. வெரி குட். அப்போ இதெல்லாம் நீங்க கொஞ்சம் பார்த்துட்டு நெக்ஸ்ட் டைம் வரும்போது இந்த இதெல்லாம் கரெக்ட் பண்ணி நல்லா பாடுங்க. ഓക്കെ ஓகே. Okay. ஜலதோஷ் குமார் சீக்கிரம் உங்களை விட்டு போறதுக்காக நான் வேண்டிக்கிறேன். ഓ കുമാറിനും റൈക്കിക്കും കൂടെ കൂട്ടിയാണോ മാർക്ക് കൊടുക്കുക? അത് സെപ്പറേറ്റ് ആണോ? എന്ത് വേണം? മാർക്ക് സെപ്പറേറ്റ്. ആ. ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് എല്ലാം കുമാർ എന്നാല് തന്നെ. അപ്പൊ കുമാർ കുമാറിന് കുറവ് മാർക്കും റൈക്കിക്ക് കൂടുതൽ മാർക്കും വേണം. இந்த சென்னையில எல்லாம் வந்து நம்மள ஆட்டோ இல்லைன்னா டாக்ஸி ஏறும்போது ம். அவரு அப்புறம் ஆദ്യമേ சொல்லுவல்ல இதுதான் அதோட பேமெண்ட் சொல்றது. அதுக்கப்புறம் வந்து முடிஞ்சு போகும்போது அவரு சொல்லு அண்ணா என்ன போட்டோ எடுக்கங்க என்ன கொஞ்சம் போட்டோ எடுக்க கூட்டி കൂട്ടി கொடுக்காது. കൊടുക്കാൻ ഫോട്ടോ എടുക്കുന്നത് ഫോട്ടോ கொஞ்சம் എടുക്കുന്നത് போட்டு கொடுங்க. பதினேழு போட்டு கொடுக்கறேன். எத்தனை போட்டு கொடுக்கறேன்? എത്ര ഞാൻ நீங்களே എങ്ങനെ கெஸ் பண்ணுங்க. എപ്പോ കേട്ടാലും ഞാൻ 100 தான் சொல்லுவேன். அது கொஞ்சம் ஜாஸ்தி தான் கொஞ்சம். அது கொஞ்சம் கொழுப்பு இருக்கிறதுனால தான் அப்படி சொல்றீங்க. -1. -1. Let's take it -2. Okay. That is going to be 98 on 100 for Raika today. Thank you. പാൽക്കുടത്തിൽ കൊണ്ടുപോകും രാധേക്കാൾ റൈക്കുട്ടാ കുമാറിനെ വേഗം പറഞ്ഞു വിടുക. Okay. ടാറ്റാ ബൈ. Bye, good night. Good night. நிம்மதியா சாப்பிட்டு நிம்மதியா தூங்குங்க. Okay. ஜலதோஷ் குமார் போகட்டும். യാ പോകട്டும். நிம்மதி கிடைக்கட்டும். MJ അങ്കിൾ, Yes. ഇനി നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എവർഗ്രീൻ ആയിട്ടുള്ള ഒരാളാണ് വരാൻ പോകുന്നത്. എവർഗ്രീൻ റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ റിയാൻ കുട്ടനാണ്. വിളിച്ചാലോ? വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ റിയാൻ കുട്ടൻ ഓൺ സ്റ്റേജ്. അതെ. ഹായടാ. എന്തോ MJ സാറ് മിടുക്കനായിട്ടുണ്ടല്ലോ ഇന്ന്. അതെ, അടിപൊളി ടിപ്പ് ടോപ്പിലാ വന്നേക്കണത്. അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. ഇതെന്റെ നമ്മുടെ അമ്മയുടെ ചേച്ചിയായിട്ടുള്ള രാധിക വല്യമ്മ മേടിച്ചു തന്നതാ. ആണോ? ഓ അത് ശരി, രാധിക വല്യമ്മയാണല്ലേ? അപ്പൊ വല്യമ്മയ്ക്ക് ഒരു നമസ്കാരം. അതെ, നമസ്കാരം. ഇല്ലേ? ഇന്നുണ്ടല്ലോ നമ്മുടെ റിയാൻ കുട്ടൻ ഒരു സ്പെഷ്യൽ ദിവസമാണ്. എന്താണ് ആ സ്പെഷ്യൽ ദിവസം? ഞാൻ ശബരിമലയിൽ പോയി. കുറച്ചു നാൾ മുന്നേ നമ്മുടെ റിയാൻ കുട്ടൻ ടോപ്പ് സിംഗറിൽ വന്നിട്ട് ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആഗ്രഹം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? Yes. ഓക്കെ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ശബരിമലയിൽ പോകുന്നത്. എന്തായാലും പോകാൻ പറ്റട്ടെ. அன்பு வாழும் நீலிமலையில் ஐயனையன் பம்ப பாடும் பாட்டிலும் സ്വരരാഗമയ്യൻ നെഞ്ചു നെയ്തി പുണ്യ പാപക്കെട്ടുമായി നെയ്യുപോലെന്നുള്ള മുരുകി മുള്ളുവഴിയിൽ അയ്യപ്പ അയ്യപ്പ ശബരീശ വരികയാണു നിൻ
അയ്യനയ്യൻ പമ്പ പാടും പാട്ടിലും സ്വരരാഗമയ്യൻ തെല്ലു ദൂരം ചെന്നാലെന്നരികിലായി കണ്ണായൻ വഴിയുമായി കുന്നോളം തുണയുമായി ശരണമേകിയവൻ തിരുനടയിലമരുന്നേ മലയേറിയിരുമുടിയും കഥനമൊരു പിടിയും കതിരുപോലൊരു കനവുമായി ഞാൻ പഠിച്ചവിട്ടുന്നേ അയ്യൻ ശരണമല്ലാതൊരുവനില്ല നിയതമീ വഴി അൻപ് വാഴും നീലിമലയിൽ അയ്യനയ്യൻ പമ്പ പാടും പാട്ടിലും സ്വരരാഗമയ്യൻ തെല്ലു നേരം നെഞ്ചോരം നീറുമെൻ നിന്നോമൽ പൂഞ്ചൊടിയിൽ സന്താപം നിറയുമെൻ വിജനവഴികളിലാശ്രയമരുളുമതിശയമായി ഈരേഴു പാരതിലും 18 മലകളിലും മമ മനസ്സിലുമുണരുമനുഭവ ശരണമണിനാദം ദേവൻ ശരണമയ്യൻ ശരണമയ്യൻ സവിധമടി ചരണം അൻപ് വാഴും നീലിമലയിൽ അയ്യനയ്യൻ പമ്പ പാടും പാട്ടിലും സ്വരരാഗമയ്യൻ അയ്യപ്പ അയ്യപ്പ ശബരീശ സ്വാമിയേ ശരണമയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പോ. രേങ്ങോട്ടാ എന്തോ അതിനിടെ കരഞ്ഞെന്തിനടാ? എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? ആ ഞാൻ എരുമേലിയിലൊക്കെ പോയി വേട്ടയൊക്കെ തുള്ളി. അത് കണ്ടപ്പോ എന്തൊരു സന്തോഷമാണെന്നറിയാമോ? പേട്ട തുടർന്ന് അച്ഛനും ഉണ്ടായിരുന്നു കൂടെ, പിന്നെ നമ്മുടെ വിഷ്ണുകുട്ടൻ ഉണ്ടായിരുന്നു, ആ ജാക്കി ചേട്ടൻ ഉണ്ടായിരുന്നു, ജാക്കി ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരല്ലേ ഇങ്ങനെ രണ്ട് കയ്യിലും ഇങ്ങനെ ഇങ്ങനെ എടുത്തോണ്ട് അല്ലേ? മാമല വാഴുന്ന ശ്രീമണി കണ്ഠ ശബരി പീഠനിവാസ സത്യസ്വരൂപനേ നമോ ഹരിഹരസുതനേ സത്യസ്വരൂപനേ നമോ. മാമല വാഴുന്ന ശ്രീമണി കണ്ഠ ശബരി പീഠനിവാസ സത്യസ്വരൂപനേ നമോ. അവരിങ്ങനെ അയ്യപ്പന്റെ സ്ഥാനത്ത് ഇങ്ങനെ എന്നെ ഇങ്ങനെ പിടിച്ച് അവരുടെ കൈയൊക്കെ വേർക്കുമായിരുന്നു ഞാൻ കണ്ടപ്പോ. ആണോ? എന്തായാലും അവിടെ എത്തിയല്ലോ. എത്തി. എന്നിട്ട് സ്വാമി കണ്ടിട്ട് എന്ത് പറഞ്ഞു? ഞാൻ ഹരിവരാസനം കേൾക്കണമെന്നും അയ്യപ്പനെ കാണണമെന്നും വിചാരിച്ചിട്ടായിരുന്നു രാത്രിയാണ് ഞാൻ അവിടെ കേറിയത്. അപ്പൊ അവിടെ കേറി അവിടെ എത്തലും നട അടയ്ക്കലും ഹരിവരാസനം കേൾക്കലും ഒരുമിച്ചായിരുന്നു. അയ്യപ്പനെ കണ്ടു.
18ാം പടിയിൽ തിരക്കൊക്കെ ആയപ്പം ഞാൻ പേടിച്ചു പോയി. അപ്പൊ പെട്ടെന്ന് പോലീസ് അങ്കിളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് എന്നെ നടയിലൊക്കെ ഇരുത്തി തൊഴിച്ച്. പിന്നെ കൊടിമരത്തിന്റെ ചോട്ടിൽ ഇരുന്നിട്ടാണ് ഞങ്ങള് ഹരിവരാസനം ഹരിവരാസനം വിശ്വമോഹനം ഹരിതധീശ്വരം ആരാധ്യപാദുകം കെട്ട് നിറച്ചത് എവിടെ മുരിയമംഗലം നരസിംഹസ്വാമി ക്ഷേത്രത്തില് വില്ലേന്റെ അടുത്തുള്ള അമ്പലത്തിൽ. മനസ്സിലായി. ഓക്കെ, അവിടെയാ കെട്ട് നിറച്ച്. പേട്ട തുള്ളിയപ്പോ എങ്ങനെയുണ്ടായിരുന്നു? പേട്ട തുള്ളിയപ്പം ചെണ്ടകൊട്ടിനെ അനുസരിച്ചാ ഞങ്ങള് തുള്ളിയ. ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു. ഇനിയും പോകാൻ തോന്നുന്നുണ്ടോ? ഇനിയും പോണമെന്നുണ്ട്. അങ്ങനെയാണ് ശബരിമല പോയി കഴിഞ്ഞാൽ. കല്ലും മുള്ളും കാലിക്കമത്തെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഹരിവരാസനം കേൾക്കണം എന്നറിയുന്ന അവന് അയ്യപ്പനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് കയറിയത്. അപ്പൊ ഞാൻ ആദ്യം പമ്പ ഗണപതിയെ കണ്ടു. എന്നിട്ട് കേറുമ്പോ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത് ഞങ്ങള് കണ്ടു, പാട്ടിലുണ്ട്. ഈ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട്. ശരിയാ, നേരം അങ്ങനെ കയറി. എന്തായാലും ഇഷ്ടപ്പെട്ടു അല്ലേ? ഇഷ്ടപ്പെട്ടു. അങ്കിള് എനിക്ക് തോന്നുന്ന ഒരു 35 പ്രാവശ്യം പോയിട്ടുണ്ട് ശബരിമലയില്. ഞാനും ഏകദേശം അത്രയും പോയിട്ടുണ്ട്. അതെ, കുട്ടിക്കാലത്തൊക്കെ 2-3 പ്രാവശ്യം പോവും വർഷത്തില്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ റിയാൻകുട്ടൻ ശബരിമലയിൽ എത്തി. പിന്നെ അയ്യപ്പനെ കണ്ടിട്ട് എന്താ ഞാൻ പ്രാർത്ഥിച്ചെന്നറിയോ? എന്താ പ്രാർത്ഥിച്ചത്? എനിക്ക് കണ്ണിന് കാഴ്ച കിട്ടണം. എനിക്ക് പിന്നെ അച്ഛനെയും അമ്മേനെയും അനിയത്തിനെയും അയ്യപ്പനെയൊക്കെ നേരിൽ കാണാൻ പറ്റണേന്നും പ്രാർത്ഥിച്ചു. ഞാനൊരു മ്യൂസിക് ഡയറക്ടർ ആവണേന്നും പ്രാർത്ഥിച്ചു. പാട്ടുകാരനും ആവണം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. അയ്യപ്പനെ അതിനെ അനുഗ്രഹിക്കട്ടെ. എന്റെ അമ്മമ്മ കരഞ്ഞിട്ടായിരുന്നു, ഇങ്ങനെ കാഴ്ച കിട്ടണം എന്റെ മുന്നിട്ട് കരഞ്ഞിട്ടായിരുന്നു അയ്യപ്പനോട് പ്രാർത്ഥിച്ച. അപ്പോഴേ എനിക്ക് എന്തിനിങ്ങനെ കരയണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയായിരുന്നു. റിയാൻകുട്ടൻ നമ്മുടെ മോനല്ലേ, നമ്മുടെ ഓമന മോനല്ലേ? തീർച്ചയായിട്ടും നമ്മളെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ റിയാൻകുട്ടന് കാഴ്ച കിട്ടണം, അച്ഛനെയും അമ്മയും ഒക്കെ കാണാൻ പറ്റണം, അനിയത്തിനെയും കാണാൻ പറ്റണം, അയ്യപ്പനെയും കാണാൻ പറ്റണം. പിന്നെ മ്യൂസിക് ഡയറക്ടർ ആണെന്ന് പറഞ്ഞില്ലേ? അതെ. അങ്കിളല്ലേ ഇരിക്കണത്, പിന്നെ എന്തിനു പേടിക്കണത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഞാൻ കൂട്ടല്ലേ? മീൻകൂടാ, നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. ഈ സ്വാമിയുടെ അടുത്തൊക്കെ പോയോണ്ടായിരിക്കും കേട്ടോ. ഞാൻ ചെന്നൈയിൽ പോയിട്ട് ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിൽ ഞാൻ കൊച്ചിയിൽ വരുന്നു. പിന്നെ ഞാൻ ഹോട്ടലിൽ പോകുന്നു. അപ്പോൾ ഈ ചെന്നൈയിൽ നമ്മുടെ എയർപോർട്ടിലോട്ട് പോകാനായിട്ട് ഒരു ക്യാബ് കയറി. അപ്പോൾ ക്യാബ് കയറിയപ്പോഴത്തേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ റെയർ വ്യൂ മിററിലൂടെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഞാനിത് എന്താന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, സാർ ഉങ്ക എങ്കയോ പാത്തിருக்கு സാർ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വന്ന് കേരളാവിലെ ഒരു മ്യൂസിക് കമ്പോസർ. அந்த மாதிரியா நான் ஒரு ரீல் பார்த்தது நேத்துக்கு. அதில் ஒரு பையன் வந்து ரொம்ப பியூட்டிஃபுல்லா பாடுறது. இது பையனோட பேரு எனக்கு റിയാൻ சொல்லி ഒരു പയ്യൻ, റിയാൻ சொல்லி ഒരു പയ്യൻ. അപ്പൊ ഞാൻ പറഞ്ഞു, റിയാൻകുട്ടൻ നമ്മുടെ പയ്യനാണ്. അതിൽ താൻ സാറിനെ പാത്തത് അതാ എന്ന് പറഞ്ഞു. അപ്പൊ അവര് ரொம்ப നല്ല പാടുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഭയങ്കര രസമായി. അപ്പൊ അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങി പിന്നെ കാറിൽ കയറാണ്. അപ്പൊ നമ്മുടെ കാറിൽ കയറുമ്പോഴത്തേക്കും ഒരു സയ്യിദ് എന്ന് പറഞ്ഞിട്ട് ഒരു അനിയനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ, ഇത് ഒരു ദിവസമാണ് സംഭവിക്കണമെന്ന് വിചാരിക്കണം. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്കും സയ്യിദ് എൻ്റെ അടുത്ത് പറയണം, സർ ഞാൻ ടോപ്പ് സിംഗർ കാണാറുണ്ട്, റിയാൻകുട്ടന്റെ പാട്ട് അസാധ്യമാണ്, എങ്ങനെ റിയാൻകുട്ടൻ പാട്ടുകളൊക്കെ പാടുന്നത് എന്ന് എനിക്ക് ചോദിച്ചു. അപ്പൊ ഒരു ദിവസം തന്നെ റിയാൻകുട്ടനെ പറ്റി 2 പേര് പറയുന്നു. മാത്രമല്ല, റിയാൻകുട്ടന്റെ റീലുകൾ കാരണം ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റുന്നില്ല. എത്രയാണെന്നറിയോ? എടാ ഒരു രക്ഷയില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ റിയാൻകുട്ടൻ വലിയൊരു സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അതെ, ഭാഷകൾക്ക് അതീതമായി ഭാഷകൾക്കപ്പുറം അല്ലേ സഞ്ചരിച്ചിരിക്കുകയാണ്. എനിക്കിപ്പോ ഇനി ശബരിമല പോകുമ്പോ ഇല്ലേ,
Yeah. എന്റെ അനിയത്തിനെയും കൊണ്ട് പോണമെന്നുണ്ട്. അതും സാധിക്കട്ടെ. ഓക്കെ. താങ്ക് യു. പിന്നെ പമ്പയിലേക്ക് ഇറങ്ങിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, പമ്പയില് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുമ്പം ജാക്കി ചേട്ടനും വിഷ്ണു ചേട്ടനും പറഞ്ഞായിരുന്നു, നിനക്കൊരു സർപ്രൈസ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. വെള്ളത്തില് ചവിട്ടിയപ്പം ഞാൻ ചോദിച്ചതെന്താ ചേട്ടാ ഭയങ്കര തണുപ്പാണല്ലോ. അപ്പം ചേട്ടൻ പറഞ്ഞു നമ്മള് പമ്പയിലെത്തി എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷായല്ലേ? നല്ല തണുപ്പാണല്ലേ പമ്പയിലെ വെള്ളത്തിന്? ഈ പമ്പയെന്ന് നമ്മള് സന്നിധാനത്തിൽ എത്താനായിട്ട് എത്ര നേരം എടുത്തു? അതിപ്പോ ഒരു 2.5 മണിക്കൂർ എടുത്തു. 2.5 മണിക്കൂറിലെത്തിയാ? ആ, അങ്കിളൊക്കെ ചിലപ്പോ 4 മണിക്കൂർ എടുക്കാറുണ്ട്. ദൈവമേ, അവിടെ ഇരുന്നിരുന്നല്ലേ പോകാൻ പറ്റുമോ? ഒരുപാട് വയസ്സായില്ലേ റിയാങ്കുട്ടാ? എന്തോ ഈ പാട്ട് അസാധ്യമാണല്ലോ. എന്ത്? റിയാങ്കുട്ടൻ പാടിയിട്ടുണ്ട്. അതിന്റെ കൂടെ പാടിയിരിക്കുന്ന ആരാണ്? മധു സാറ്. ജലദോഷ് കുമാർ ഉണ്ടായിരുന്നു. കുറച്ച് പക്ഷെ ജലദോഷിന് ഒന്നും അറിയുന്നില്ല. മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ശ്യാമാണ്. മ്യൂസിക്. നമ്മുടെ ഗ്രൂമർ ശ്യാമാണ്. ലിറിക്സ് വിപിനാണ്. പിന്നെ ഇതിൽ കോറസ് പാടിയിരിക്കുന്നത് നമ്മുടെ ഗ്രൂമേഴ്സ് എല്ലാവരും ചേർന്നാണ്. വൈശാഖ്, സിയാദ്, സനു എല്ലാവരും. അതെ. സ്വാതി സാറ്. ഓർക്കസ്ട്രേഷൻ ഓമനക്കുട്ടനാണ്. ഓ, പിന്നെ റിയാങ്കുട്ടനോട് ജാക്കി വിഷ്ണു അല്ലേ? അതെ. നമുക്ക് ഈ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് തന്നത് ആദർശും തമിഴുമാണ്. ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജിതേഷ് ആണ്. പിന്നെ ഇത് മിക്സ് മാസ്റ്റർ ചെയ്തിരിക്കുന്നത് ഓഡിയോ അത് നമ്മുടെ പ്രിയപ്പെട്ട ടിജു ആണ്. ഓക്കെ, അപ്പോ ഇന്നത്തെ പാട്ട് ഏതാണ്? ഓ മൃദുലേ ഹൃദയമുരളിയിൽ ഒഴുകിവാ. ആഹാ, എക്കാലത്തെയും വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സോങ്സ്. എനിക്കും ഭയങ്കര ഇഷ്ടമായി പഠിക്കുമ്പോ. ഓൾ ദ ബെസ്റ്റ്. All the best. Thank you, thank you. Yes. Thank you, All the best. ചേച്ചി. Thank you, sir. ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവാ. നിൻ നിഴലായി ആലയും പ്രിയനെ മറന്നുവോ മൃദുലേ. ഹൃദയമുരളിയിലൊഴുകിവാ. നിൻ നിഴലായി ആലയും പ്രിയനെ മറന്നുവോ മൃദുലേ. മനസ്സും മനസ്സുമകന്നു. അകലെയാണെങ്കിലും തന്നെ അകലെയാണെങ്കിലും തന്നെ നിൻ സ്വരം ഒരു തേങ്ങലായി എന്നിൽ നിറയും. ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവാ.
ഹൃദയമുരളിയിലൊഴുകി വാ ഹൃദയമുരളിയിലൊഴുകി വാ നിൻ നിഴലായി അലയും പ്രിയനെ മറന്നുവോ മൃദുലേ മനസ്സും മനസ്സുമകന്നുവോ മനസ്സും മനസ്സുമകന്നുവോ. ആഹാ വെരി ഗുഡ് മോനെ വെരി നന്നായി ഗുഡ് പാടിയടാ. വെരി ഗുഡ്. മീനുകൂടാ എന്തോ അവന്റെ ഉള്ളെന്ന് പറഞ്ഞൊരു കടൽ പോലെയാണ് കേട്ടോ. കടൽ പോലെ എന്ന് പറഞ്ഞാൽ ഒരു തുള്ളിക്കുള്ളിലെ മുഴുവനായിട്ടുള്ള കടലാണ്. നമുക്ക് തോന്നും അവരൊരു തുള്ളിയാണെന്ന്, പക്ഷെ അങ്ങനെയല്ല, മുഴുവനായിട്ടുള്ള ഒരു കടലാണ്. ആ കടല് സംഗീതത്തിന്റെ കടലാണ്. അതുകൊണ്ട് തന്നെ റിയാൻകുട്ടാ, എന്തോ റിയാൻകുട്ടൻ പറഞ്ഞ പോലെ ഒരു മ്യൂസിക് കമ്പോസറിനെ എനിക്കിപ്പൊ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെ പാട്ടല്ലേ ഞാൻ പാടിയത്. അതെന്താ വെച്ചാൽ മ്യൂസീഷ്യനെ കാണാൻ പറ്റും. ആ മ്യൂസീഷ്യനെ കാണാൻ പറ്റും. ഒരു പാട്ട് പാടുന്ന പാട്ടുകാരനും പാട്ട് പാടുന്ന മ്യൂസീഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓ യെസ് മനസ്സിലായോ? ഓക്കെ സാറേ. ആ അപ്പൊ ഞാൻ എല്ലാ പാട്ടുകാരത്തും പറയും, നിങ്ങള് പാട്ടുകാർ മാത്രമായാൽ പോരാ, മ്യൂസീഷ്യൻസ് ആവണം. ഇത് സാർ മുമ്പ് പറഞ്ഞായിരുന്നു. അതെ, ആ കാര്യമാണ്. അപ്പൊ അതാണ് ഞാൻ ശങ്കർജിയെ കാണുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതാണ്. ഹരിഹരൻ സാറിനെ കാണുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. മ്യൂസീഷ്യനോ? മ്യൂസീഷ്യൻ, ഒരു മ്യൂസീഷ്യൻ ടേൺഡ് സിംഗർ അല്ലെങ്കിൽ എ സിംഗർ ടേൺഡ് മ്യൂസീഷ്യൻ യെസ് എന്ന് പറയുന്നത് അത് രണ്ടും വ്യത്യസ്തമാണ്. മനസ്സിലാവുന്നുണ്ടോ റിയാൻ കുട്ടന്? അപ്പൊ റിയാന് രണ്ടും ആവാൻ പറ്റും. അങ്ങനെയാവും. ഞാൻ അങ്ങനെ ആവും. ഞാൻ അങ്ങനെയാവും. യെസ് നമ്മൾ കൂടെ ഉണ്ടേ, താങ്ക് യു. കട്ടയ്ക്ക് കൂടെ ഉണ്ടേ. താങ്ക് യു സാറേ. ഈ പാട്ട് അസാധ്യമായിട്ട് പാടി. താങ്ക് യു സാർ. ആ ഓ മൃദുലേ എന്ന് ആദ്യം പാടിയപ്പോ തന്നെ ഇത് മൃദുൽ കുമാർ അല്ലേ പാടുന്നതെന്ന് തോന്നിപ്പോയി. അയ്യോ അതൊരു മൃദുൽ കുമാർ. റിയാൻ കുട്ടൻ വേറെ ആര്? ഇന്ന് മൃദുൽ കുമാറായിട്ടാ പാടിയത്. ശരി. ആ വളരെ മൃദുവായിട്ടാണ് പാടിയത് കേട്ടോ. അതാണ് ഞാൻ മൃദുൽ കുമാർ എന്ന് പറഞ്ഞത് കേട്ടോ. ആ അകലെയാണെങ്കിലും ധന്യേ. ആഹാ, എനിക്ക് ഈ പാട്ടിനോട് കൂടുതൽ ഹൃദയബന്ധമുണ്ട്. കാരണം ഇത് രണ്ടാമത് ഒരു വേർഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് സുദീപ് കുമാറാണ് പാടിയത്. ഞാൻ കേട്ടായിരുന്നു, പകുതി ഞാൻ കേട്ടായിരുന്നു. അത് ഒരു ഓർക്കസ്ട്രേഷൻ ഇതേ രീതിയിൽ തന്നെയാണ്, പക്ഷെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സാറേ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്നാ സാറ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. സാറ് മറന്നു പോവോ? ഇല്ല, അത് ഞാൻ അലക്സ എന്ന് പറയുന്ന AI ഉണ്ട് എന്റെ വീട്ടിൽ. അപ്പോ അതിനോട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓമൃദുലെ ചോദിച്ചപ്പോ സുദീപ് സാറിന്റെ വേർഷൻ ഇട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു അലക്സ പ്ലേ ഓം മൃദുലേ ബൈ KJ യേശുദാസ് എന്ന് പറഞ്ഞപ്പോ യേശുദാസ്. പിന്നെ പിരിയുവാനാകുമോ തമ്മിൽ എന്ന് പാടിയില്ലേ, അത് കുറച്ചും കൂടെ ഒന്ന് ശ്രുതി ചേർക്കാൻ തോന്നി ചരണത്തില് തുടങ്ങിയപ്പോ കേട്ടോ. അതൊന്നും പാടിക്കേ. പിരിയുവാനാകുമോ തമ്മിൽ. സബാഷ്. എന്തോ എന്തോ പുതുജീവനായി എന്നിൽ വിരിയൂ. റിയാൻ കുട്ടന്റെ പാട്ട് ഇന്ന് പുതുജീവനായിട്ട് നമ്മുടെ ഉള്ളിൽ വിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വിരിഞ്ഞു. മാത്രല്ല വിരിഞ്ഞ പൂവിന് എന്തൊരു മണോ. ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും പാടാൻ പറ്റുമോ റിയാൻ കുട്ട? ദാസാറിന് പാടാൻ പറ്റും. ദാസാറിനെ പോലെ ദാസാർ മാത്രല്ലേ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ റിയാൻകുട്ടൻ അത്ഭുത് ബാലക്കാണ്. അയ്യോ തീർച്ചയായിട്ടും. ഇവിടെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബാലകനാണ് നമ്മുടെ റിയാൻകുട്ടൻ. താങ്ക് യു. യെസ്, വളരെ മനോഹരമായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി റിയാൻകുട്ട. താങ്ക് യു. നല്ല ഫീൽ ഉണ്ടായിരുന്നു. താങ്ക് യു. അതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നെ റിയാൻകുട്ട? അതെങ്ങനെ സാധിക്കുന്നു? അതൊക്കെ ചില ഫീലൊക്കെ എനിക്ക് അറിയാതെ പറഞ്ഞാണല്ലേ. മറ്റതൊക്കെ എങ്ങനെ ദാസേട്ടൻ പാടിക്കണ അങ്ങനെ തന്നെ ഉപ്പിയെടുത്ത് പാടിയതാണല്ലേ. ചിലതൊക്കെ കലക്കി. താങ്ക് യു സാർ. റിയാൻകുട്ട, എന്തോ ചേച്ചി? എനിക്ക് അത്ഭുതം തോന്നുക. അയ്യോ, എനിക്ക് പിന്നെയും ഓരോ പാട്ട് കഴിയുമ്പോഴും റിയാന്റെ നോളജ് എത്രയാന്ന് എനിക്ക് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട്.
റിയാന്റെ എന്താ പറയാ പാട്ട് പാടുമ്പോഴുള്ള ഒബ്സർവേഷൻ ഓരോന്നും ഇങ്ങനെ കണ്ടുപിടിച്ച് എടുത്ത് ഒപ്പി അത് പാടി ഫലിപ്പിച്ച് അത് നമ്മുടെ ഉള്ളിൽ ആ ഫീൽ എത്തി. താങ്ക് യു കേട്ടോ, ചേച്ചി. അത്ര മിടുക്കനായിട്ട് പാടി. താങ്ക് യു ചേച്ചി. എനിക്ക് കൂടുതലൊന്നും പറയാൻ കിട്ടുന്നില്ല, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല റിയാൻകുട്ടന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആ ഇമോഷൻ ഇങ്ങനെ വരിക എന്റെ ഉള്ളിലേക്ക്. എനിക്ക് ആ റിയാൻകുട്ടന്റെ ശബ്ദത്തിൽ ഇപ്പോഴും ആ പാട്ട് ഇങ്ങനെ കേൾക്കാം. ഓ മൃദുലേ എന്ന് പാടുന്നത് ഇങ്ങനെ കേൾക്കാം എനിക്ക്. ഓ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകി വാ. റിയാൻകുട്ടാ, എന്തോ റിയാൻകുട്ടനെ മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. എന്താ നമ്മൾ ഒരു നോട്ട് തന്നെ ഇപ്പൊ സാ എന്നുള്ളത് അത് തന്നെ ഹാർമണിയിൽ വരുമ്പോഴത്തേക്കും ഓരോ കോഡിൽ വരുമ്പോഴത്തേക്കും ഓരോ എക്സ്പ്രഷനായിട്ട് സെയിം നോട്ട് വരും. അപ്പൊ റിയാൻകുട്ടൻ സാ പാടിയേ. ആ ഇനി അടുത്ത കോഡ് വെച്ച് നേരത്തെ പാടിയ സായുടെ ഫീൽ ആണോ ഇതിന്? അല്ല, ഫീൽ വ്യത്യാസം. വേറെ ഫീല. ആ ഇനി എഫ് വെച്ചേ. ആ ഇപ്പൊ 4 സാ പാടിയെന്ന് 4 കളറല്ലേ? ആ അതെ അതെ. അപ്പൊ ഇനി പാട്ട് പാടുമ്പോഴത്തേക്കും ഇങ്ങനെ ശ്രദ്ധിക്കോ, കോഡ് ശ്രദ്ധിക്കോ. ആ കോഡിന്റെ നിറമാണ്, മ്യൂസിക്കിന് നിറം കൊടുക്കുന്നുണ്ട് കോഡ് അല്ലേ? ആ അതെ അതെ. ആ അപ്പൊ അത് ശ്രദ്ധിച്ച് പാടാൻ. അപ്പൊ ആദ്യത്തെ ഹമ്മിങ് ഒക്കെ പാടുമ്പോഴത്തേക്കും ആ കോഡിലോട്ട് അങ്ങ് വീണ് പാടിക്കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. അപ്പൊ കോഡിലോട്ട് വീഴാനായിട്ട് ഇനി കോഡ് ശ്രദ്ധിക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് പഠിക്കാം കോഡ് എന്താണ്, എങ്ങനെയാണ് ഹാർമണി എന്നൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം കേട്ടോ. ആദ്യത്തെ ക്ലാസ് മാറട്ടെ. ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു. ഫസ്റ്റ് ക്ലാസ് ഓവർ. റിയാൻകുട്ടാ, എന്തോ ഇന്നത്തെ മാർക്ക് പറയട്ടെ ഞാൻ. ഇറ്റ് ഈസ് 99 out of 100 for you today. മുരളിയിലൊഴുകി വാ. റിയാൻകുട്ടാ, എന്തോ ഇപ്പൊ 99 മേടിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല അല്ലേ? ആ ശരിയാ, ഭയങ്കര മൂന്നാമത്തെ ഘട്ടൊക്കെ അതെ, അടിപൊളിയാട്ടോ. റിയാൻകുട്ടനാണ് നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. ഓ ആരെയാ വിളിക്കണ്ടേ നമുക്ക്? എനിക്ക് ഇന്ന് മധു സാറ്. മധു സാർ. ഓ മീ Ah, yes, you. yes. അൻപ് വാഴും നീലിമലയിൽ അയ്യനയ്യൻ. എന്തോ കലക്കി അടിപൊളി. താങ്ക് യു സാർ. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ബോക്സിന്റെ ഒരു നല്ല ഷർട്ട്. താങ്ക് യു. Congratulations. താങ്ക് യു ചേച്ചി. താങ്ക് യു ടോപ്പ് സാർ. സിംഗറിന്റെ കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഗിഫ്റ്റ്. താങ്ക് യു. അപ്പൊ താങ്ക് യു മധു. അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു. ഇനി നാളത്തെ പാട്ടിന് കോഡ് ശ്രദ്ധിക്കാം. Yes. വെരി ഗുഡ്. താങ്ക് യു സാർ. താങ്ക് യു രണ്ടുപേർക്കും. താങ്ക് യു. ബൈ.